to all. Magic morning. Magic morning. Magic morning. Magic morning. Magic morning. Okay, thank you so much to all. So എല്ലാവരും റെഡി ആണല്ലോ? ഹാപ്പി സെഷനിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു. സോ നമുക്കിത് സെഷൻ എടുക്കുന്നത് നമ്മുടെ സ്വന്തം ഓസ്റ്റിൻ സാറാണ്. സാർ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞ് ഈ സമയം കടന്നു പോകുന്നുള്ളതാണ്. ഓക്കെ, സോ ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ ഓസ്റ്റിൻ സാറെ ഇൻവൈറ്റ് ചെയ്യാൻ. ഓസ്റ്റിൻ സർ, പ്ലീസ് വെൽക്കം സർ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് അലോട്ട്. എല്ലാവർക്കും ഒരുപാട് നല്ലൊരു മാജിക് മോർണിംഗ് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ ഒരു നല്ല ദിവസം ഞാൻ നിങ്ങളുടെ പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടായിരുന്നു. 2000 ദിവസങ്ങൾ ആവാൻ പോയാണല്ലോ ബി മാജിക്. അപ്പൊ അഡ്വാൻസ് വിഷസ് ഫോർ ഓൾ. അപ്പൊ ഈ ഒരു ടോപ്പിക്കിലേക്ക് ഈ നിമിഷവും കടന്നു പോകും എന്നുള്ളൊരു ടോപ്പിക് എന്നൊന്ന് ഹോസ്റ്റ് ഒന്ന് ആക്കണേ. ഈ നിമിഷവും കടന്നു പോകും എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നതാണ്. കാര്യം ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം ഒന്ന് പറയാമോ പെട്ടെന്ന് വന്നത്? എന്റെ ഓർമ്മയിലൊരു സംഭവമുണ്ട്. പറയൂ സാർ. ഈ അക്ബർ ചക്രവർത്തി ഞാൻ പണ്ട് കേട്ടതാ. ഒരു ഗാർഡനറ്റ് ഉണ്ടാക്കിയിട്ട് അതിനൊരു ക്യാപ്ഷന് ഹെഡിങ് കൊടുക്കാൻ ബീർബലിനോട് പറഞ്ഞു. അത് ദുഃഖമുള്ളവനും സന്തോഷമുള്ളവനും എല്ലാവർക്കും പറ്റിയ ഒരു ക്യാപ്ഷൻ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ബീർബല് നിർദ്ദേശിച്ച ക്യാപ്ഷനാണ് ഈ നിമിഷവും കടന്നുപോകും. വെരി ഗുഡ് ബഷീർ സാർ. ആക്ച്വലി ഈ സ്റ്റോറിയിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ലൈക്ക് ഗാർഡനിലല്ല, ആക്ച്വലി ബീർബലിന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം ഒരു മോതിരം വേണമെന്നാ പറയുന്നത്. അതായത് എനിക്ക് സന്തോഷം വരുമ്പോ ഒരുപാട് സന്തോഷിക്കാതിരിക്കാനും ദുഃഖം വരുമ്പോ ഒരുപാട് ദുഃഖത്തിൽ പോവാതിരിക്കാനും വേണ്ടിയിട്ട് ഒരു മോതിരം പറ്റുന്ന, അതിലേക്ക് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ പറ്റണം എന്നുള്ള ഒരു മോതിരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഏകദേശം 3 മാസങ്ങൾക്ക് ശേഷമാണ് ഈ ബീർബൽ ഈ മോതിരം ഉണ്ടാക്കുന്നത്. അതിനകത്ത് എഴുതി വെച്ചിരുന്നാണ് ദിസ് ടു ഷാൽ പാസ്, അല്ലെങ്കിൽ ഈ സമയവും കടന്നു പോകുന്നുള്ള ഒരു വേർഡ് എഴുതി വെച്ച് മോതിരം കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പം ശരിക്കും നമ്മുടെ ഈ ഒരു ക്ലാസ്സിന്റെ ഒരു ബേസും അത് തന്നെയാണ്, ഈ സമയവും കടന്നു പോകും എന്നുള്ളതാണ്. അപ്പം ഈ ക്ലാസ് ആരംഭിക്കുമ്പോൾ തന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം വെച്ചാല്, നിങ്ങളുടെ ജീവിതത്തില്, നമുക്ക് എല്ലാവരുടെയും ജീവിതത്തില് ഡിഫറെന്റ് ആസ്പെക്ട്സിലൂടെ കടന്നുപോയ ആൾക്കാരാണ് നമ്മളിങ്ങനെ വളരെ പ്രശ്നഭരിതമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഇപ്പൊ ഇതോടുകൂടി തീർന്നു എന്ന് വിചാരിച്ചിട്ട് അതിനൊക്കെ സർപ്പാസ് ചെയ്ത്, അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടി ഓവർകം ചെയ്ത് വന്ന പെട്ടെന്ന് ക്വിക്കായിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് തോന്നുന്നു? അതായത് നമ്മൾ വിചാരിച്ചത് ഇതോട് തീർന്നു, ജീവിതം നശിച്ചു, എന്റെ എല്ലാം കഴിയാൻ പോകുന്നു, അങ്ങനെ ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ഞാനത് ഓവർകം ചെയ്യും എന്ന് വിചാരിച്ച് വിഷമിച്ച ദിവസങ്ങളിൽ നിന്ന് പെട്ടെന്ന് അതിൽ നിന്ന് ഓവർകം ചെയ്ത് ഇപ്പൊ നമ്മളായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയ ആർക്കെങ്കിലും പെട്ടെന്ന് ക്വിക്കായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമോ? ആർക്കുമില്ല? അങ്ങനെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല? അയ്യോ, ഒരു ബുദ്ധിമുട്ടില്ലാതെയാണോ നിങ്ങൾ ഇവിടെ വരെ എത്തിയ? പെട്ടെന്ന് ഓർത്ത് നോക്കിയേ. ഇല്ല? എല്ലാവരും ഇവിടെ ഉണ്ടോ? എല്ലാവരും പോയോ? വരും. ആർക്കൊന്നും പറയാനില്ല? ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ പിന്നെ നമുക്ക് അടുത്തൊരു ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? പെട്ടെന്ന് പറയുമ്പോ അത് ഒന്നിന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്, ഒരു സന്ദർഭത്തില് ഞാൻ ഒരു പരിപാടിയുടെ ഒരു കാര്യം, ഒരു വലിയ പ്രോഗ്രാമിന്റെ ഒരു കാര്യം ഏറ്റെടുത്ത സമയത്തെ അവിടെ അതിന്റെ കുറച്ച് സാധനങ്ങൾ, പ്രധാനപ്പെട്ട അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ തന്നെ ഏറ്റെടുത്തായിരുന്നു. അപ്പൊ അത് എത്തിക്കാൻ വേണ്ടി കുറച്ച് ഡിലേ വന്നു. അപ്പൊ ഡിലേ വന്ന സമയത്ത് എല്ലാവരും ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എൻ്റെ അടുത്താണ്. അപ്പം അന്നത്തെ ദിവസം കുറച്ച് ദൂരെ നിന്ന് സാധനം കയറ്റി അയക്കണം. അപ്പോ പിന്നെ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് എന്താ പറയാ പണിമുടക്കം അങ്ങനത്തെ ഒക്കെ വന്ന്, അങ്ങനെ പറയുകയാണെങ്കിൽ ലാസ്റ്റ് അന്നത്തെ
രാവിലെ പരിപാടിയാണെങ്കിൽ രാത്രി വരെ സാധനം എത്തിയിട്ടില്ല. അങ്ങനെ ഭയങ്കരമായ സമ്മർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെങ്കിലും ഒളിച്ചോടിയാലോ എന്ന് വിചാരിച്ചു. കാരണം നമ്മൾ വിചാരിച്ചിട്ട് ഒരു വലിയ പ്രോഗ്രാം നാളെ അത് എന്തായി പോവും, ആകെ കൊളായി പോവും. അപ്പൊ ആരും ഇത് അറിയില്ല ഇങ്ങനെ ഒരു സംഭവം. കാരണം എല്ലാരും പ്രതീക്ഷിച്ച് നിൽക്കാണ് എൻ്റെ അടുത്തെല്ലാം കാര്യങ്ങളൊക്കെ റെഡിയാണെന്നല്ലേ. പക്ഷെങ്കിൽ ഞാൻ അന്ന് രാത്രിയും ടെൻഷൻ അടിച്ച് എന്താ ചെയ്യണ്ടേ, എവിടുന്ന് പോണോ, ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ്, അപ്പൊ എൻ്റെ ജോലി വരെ ബാധിക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോ ഞാനങ്ങനെ കഴിഞ്ഞു. പക്ഷെ പെട്ടെന്ന് എന്തൊക്കെയായിട്ട് ആരൊക്കെയോ അത് ഞാൻ വിചാരിച്ച ആ സമയത്ത് കറക്റ്റ് അത് സാധനം എൻ്റെ അടുത്ത് എത്തി എന്നുള്ളതാണ്. അത് എങ്ങനെയോ എത്തി എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു മിസ്റ്റർ അഫ്സൽ, താങ്ക് യു സോ മച്ച്. ശരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ ഒക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതോടുകൂടി തീർന്നു, ഇനി എന്നെക്കൊണ്ടൊന്നും പറ്റൂല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മള് അതിനൊക്കെ ഓവർകം ചെയ്ത് നമ്മളിപ്പോ ഈ അവസ്ഥയിലെത്തി. ഇപ്പൊ നമുക്കറിയാം പല ആളുകളും ആത്മഹത്യ ചെയ്യേണ്ട വരെ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യാതെ അതിനെ സർപ്പാസ് ചെയ്ത് വന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വേർഡിന് ഭയങ്കര ഒരു മനോഹാരിതയുണ്ട്. ഈ സമയം കടന്നു പോകും. ഇപ്പൊ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന സിറ്റുവേഷൻസ്, അതിലെ നമ്മളെ സങ്കടക്കടലിലേക്ക് ആഴ്ത്തുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ അതിനെ ഓർത്ത് ഒരുപാട് ദുഃഖിച്ച് വിഷമിച്ച് നിൽക്കാതെ ഈ സമയം കടന്നു പോകുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാല് നമ്മുടെ ലൈഫിൽ വലിയ റിലീഫ് കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാര്യം. അപ്പൊ എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാല്, നമുക്കറിയാം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് ആ സോളാർ കേസ് വരുന്ന സമയത്ത് എന്തുമാത്രം ആരോപണങ്ങൾ, അതും പ്രത്യേകിച്ച് നമുക്കൊക്കെ സഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം വെച്ചാല് സെക്ഷൽ ആരോപണങ്ങളാണ് കൂടുതലുണ്ടായിരുന്നത്. അതായത് ആ ഒരു ലേഡിയുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതായത് ഒരു പ്രകൃതി വിരുദ്ധ കാര്യങ്ങൾ വരെ ആളുകൾ പറഞ്ഞുണ്ടാക്കുകയും അത് വളരെ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞ സമയത്തും അദ്ദേഹം പിടിച്ചു നിന്നുള്ളതാണ്. കാര്യം ഭാര്യയുണ്ട്, മകനുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു സംഭവം, ലൈക്ക് അദ്ദേഹം അതിനെ ആ ഒരു സിറ്റുവേഷനെ പാസ് ചെയ്ത് അതിനെ മുന്നോട്ട് വരികയും അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോ അതിന്റെ എല്ലാ കുറവുകളും തീർത്തിട്ട് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ആദരം അദ്ദേഹത്തിന് കൊടുത്തിട്ട് ഇവിടുന്ന് പോവുകയും ചെയ്തു. അപ്പം നമുക്ക് അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ഇത് കടന്നു പോകും എന്നുള്ളൊരു ചിന്ത നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നെൽസൺ മണ്ടേലയുടെ കാര്യം ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെ ഒരു 27 years ആണ് അദ്ദേഹം ഒരു എന്താ പറയാ ഒരു അഴിക്കുള്ളില് കിടക്കുന്നത്. അപ്പൊ അവിടെ കിടന്നിട്ട് ഈ സമയം കടന്നു പോകും, എനിക്ക് തിരിച്ച് എൻ്റെ നാട്ടിലെത്താൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഒരു നല്ല അടിമത്തമില്ലാത്ത, വർണ്ണവിവേചനമില്ലാത്ത ഒരു പുതിയ രാജ്യം എനിക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് സത്യം പറഞ്ഞ നെൽസൺ മണ്ടേലയുടെ ആ ദിവസങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങൾ ഈ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നാസി ക്യാമ്പില് അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. നാസി ക്യാമ്പില് ഒരു മനുഷ്യൻ ക്രൂരമായ പീഡനങ്ങൾ, നിങ്ങൾക്കറിയാം ജൂതന്മാരെ എങ്ങനെയാണ് ഹിറ്റ്ലർ ദ്രോഹിച്ചതെന്ന് നിങ്ങൾ പല മൂവിയിലോ അല്ലെങ്കിൽ ബുക്സിലൊക്കെ വായിച്ചു കേട്ടിട്ടുണ്ട്. അത്ര അതിക്രൂരമായിട്ടാണ് അദ്ദേഹം അവരെ ക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത്. നിങ്ങൾക്കറിയാം ആ ജൂത ക്യാമ്പിൽ അല്ല മീൻസ് ആ ഒരു നാസി ക്യാമ്പിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാല് ഒരു മനുഷ്യനൊക്കെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ 10 പേരെയൊക്കെയാണ് കൊന്നിരുന്നത്. അപ്പൊ ഒരു മനുഷ്യൻ അതിനകത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളൊക്കെ പുറത്താണ്, ഇദ്ദേഹം മാത്രമാണ് ജയിലിൽ കിടക്കുന്നത്. അതിക്രൂരമായ പീഡനങ്ങളുടെ സമയത്ത് ഇദ്ദേഹത്തിന് മരിക്കണം. അദ്ദേഹം ഒരു ഡോക്ടറാണ്. അപ്പൊ ഇദ്ദേഹത്തിന് മരിക്കാൻ തീരുമാനിക്കുകയാണ്. കാരണം ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. കാരണം പീഡനങ്ങൾ സഹിക്കാൻ പറ്റുന്നില്ല, തന്റെ പ്രിയപ്പെട്ടവർ പുറത്തുണ്ട്, അവരെ ഓർത്തുള്ള ദുഃഖങ്ങൾ ഓർത്തിട്ട് അതും സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അദ്ദേഹം മരിക്കാൻ വേണ്ടിയിട്ട്, ഇദ്ദേഹം ഡോക്ടറാണ്, അപ്പൊ ഒരു ചെറിയ ബ്ലേഡ് പോലൊരു സാധനം ഒപ്പിച്ചു, ഞരമ്പ് മുറിച്ച് മരിക്കാം എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. അപ്പൊ ഈ ഞരമ്പ് മുറിക്കാൻ ഇവരെ ഇരുട്ടറയിലാണ് ഇട്ടിരിക്കുന്നത്. വെളിച്ചമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത്, വളരെ എന്താ പറയുക ഭൂമിക്കടിയിൽ ഇരുണ്ട അറകളിൽ, അല്ലെങ്കിൽ ഇവരുടെ ഫുൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഈ കൈ മുറിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഈ കറക്റ്റ് ഞരമ്പ് മുറിച്ചില്ലെങ്കിൽ ഈ എന്തെങ്കിലും പ്രശ്നം വന്ന് ഇവരെ തല്ലിക്കൊല്ലുന്ന അറിയാം. അപ്പൊ അത്ര വീണ്ടും മരിച്ചില്ലെങ്കിൽ വീണ്ടും പ്രശ്നമാണ്. അപ്പൊ റൈറ്റ് ആയിട്ടുള്ള വെയിൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം
ഒരു ബാത്റൂമിന്റെ അവിടെ പോയി ഒരു സ്റ്റൂളൊക്കെ ഇട്ട് കയറി ഈ വെളിച്ചം ആ ജനലയുടെ കൂടെ ഇത്രത്തോളം വെളിച്ചം വരും. അപ്പൊ അതൊന്ന് പൊക്കി വെച്ച് ആ കറക്റ്റ് ഞരമ്പ് നോക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം സ്റ്റൂളിന്റെ പുറത്ത് കയറി ഇങ്ങനെ മുകളിലേക്ക് നോക്കി ഇങ്ങനെ ജനല തുറന്ന് നോക്കി കഴിഞ്ഞപ്പോ അദ്ദേഹം കണ്ടത് യൂറോപ്പിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ, മനോഹരമായ കാഴ്ചയാണ്. അതായത് നമ്മുടെ ശിശിരമൊക്കെ കഴിഞ്ഞ് ഇലകളൊക്കെ പൊഴിഞ്ഞ് മരങ്ങൾ നിൽക്കുന്ന മരങ്ങളിലൊക്കെ പുതിയ പുതിയ ഇലകൾ ഇങ്ങനെ മുളച്ചു വരുന്നത് ഇദ്ദേഹം കാണാണ്. കാര്യം അങ്ങനെ ഒരു ഓക്കെ, വിക്ടർ ഫ്രാങ്ക്ലിൻ, വെരി ഗുഡ്, വെരി ഗുഡ്, താങ്ക് യു ബിനാ സാം. അപ്പോൾ ഇതേം പുതിയ പുതിയ ഇലകൾ കിളിർത്ത് വരുന്നു, ഒരു പുതിയൊരു വസന്തം ആ യൂറോപ്പിന്റെ ആ ഒരു കാലാവസ്ഥയിൽ ഇങ്ങനെ വരുന്നത് ഇദ്ദേഹം കാണാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഈ ഞരമ്പ് മുറിക്കാൻ വേണ്ടി കയറിയ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും വലിയൊരു തോട്ട് എന്താണ്? ഇതും കടന്നു പോകും. ലൈക്ക് എനിക്കിപ്പോൾ ഉള്ള സിറ്റുവേഷൻസിനെ സർപ്പാസ് ചെയ്യാൻ പറ്റും, എനിക്ക് ഇതിന്ന് പുറത്തു വരാൻ പറ്റും, ഞാനും രക്ഷപ്പെടും എന്നുള്ള ഒരു ഒരു കോൺഫിഡൻസ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരികയും അദ്ദേഹം പിന്നീട് പുറത്തു വരികയും നോർമൽ ലൈഫിലേക്ക് വരാൻ സാധിച്ചു. ആ നാസി ക്യാമ്പിൽ നടത്തിയ ഒരു പഠനത്തിൽ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആർക്കൊക്കെയാണോ വളരെ ശുഭകരമായ പ്രതീക്ഷയോടുകൂടെ മനസ്സിൽ ഉണ്ടായിരുന്നത് അവര് മാത്രമാണ് ആ നാസി ക്യാമ്പിൽ നിന്ന് പുറത്തു വന്നത് എന്നുള്ള ഒരു സത്യം കൂടി ഉണ്ടായിരുന്നു. കാര്യം വളരെ നിരാശയോടെ നിൽക്കുന്ന ആൾക്കാർ, അതായത് എന്റെ ജീവിതം ഇതോടെ തീർന്നു, ഇതിൽ നിന്ന് മരണമില്ലാതെ വേറെ രക്ഷയില്ല എന്ന് വിചാരിച്ചിരുന്ന ആളുകളൊക്കെ അവിടെ തന്നെ മരണപ്പെടുകയും ഭൂരിഭാഗം പേരും മരണപ്പെടുകയും വളരെ ബുദ്ധിമുട്ടുകളിലും പ്രശ്നങ്ങളിലൊക്കെ പ്രതീക്ഷയോടുകൂടെ നിന്നിരുന്ന ആൾക്കാര് അവര് ആ നാസി ക്യാമ്പിൽ നിന്ന് പുറത്തു വന്ന് ആ സ്ട്രഗിളിൽ നിന്ന് പുറത്തു വരുന്ന ജീവിക്കാനായിട്ട് പിന്നീട് ഇവർ നടത്തിയ പഠനങ്ങളിലൊക്കെ തെളിയുകയും ചെയ്തു. അപ്പം നമ്മളിപ്പോ സിറ്റുവേഷൻ ജീവിച്ചു പോകുന്ന സാഹചര്യങ്ങളിലൊക്കെ എത്രയോ വിഷമകരമായ സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ചിലപ്പോൾ ഇവിടെ ഭൂരിഭാഗം ആൾക്കാരിൽ കുറെ പേരൊക്കെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അതായത് നമുക്കിപ്പോ ഒരു ആശുപത്രി കേസ് വന്നാൽ പോലെ ഒന്ന് ഒരു പൈസ സംഘടിപ്പിക്കാനായിട്ട് നമ്മളിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അതല്ലെങ്കിൽ ഒരു മകളുടെ കല്യാണം വരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് വരുന്നു, കയ്യിൽ 10 പൈസ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ ജീവിതം കൊണ്ട്, ഇതുവരെയുള്ള ജീവിതം കൊണ്ട് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി അറിയാൻ പറ്റും, അത്ര പൈസ ഇല്ലാതിരുന്ന സമയത്ത് ഇത് എങ്ങനെ നടത്തും എന്ന് വിചാരിച്ചിരുന്ന സമയത്തും ആ ഒരു സാഹചര്യത്തില് വരുമ്പോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാര്, പ്രതീക്ഷിക്കാത്ത കൈകളിൽ നിന്നൊക്കെ നമുക്ക് സഹായം വരികയും നമ്മൾ ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ലൈഫിലേക്ക് തന്നെ ഒന്ന് നോക്കിയാൽ മതി. വേറൊരാളുടെ മോട്ടിവേഷൻ എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ തന്നെ എത്രയോ തവണകള് നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പം നമ്മൾ എത്രത്തോളം നമ്മൾ വിഷമത്തിലേക്ക് പോകുന്ന സമയത്താണെങ്കിലും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു വാക്യം ഇതാണ്, ഈ സമയവും കടന്നു പോകും. പിന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് അറിയോ? നമുക്ക് ആർക്കും മനസ്സിലാവാത്ത ഏറ്റവും വലിയൊരു ഒരു വലിയ പാഠമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ശരിക്കും നമ്മുടെ പ്രകൃതി പോലെ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം പോലെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം പോലെയാണ്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഉയർച്ച താഴ്ചകളുടെ ഒരു സമ്മിശ്രമായ ഒരു പ്രതികരണമാണ്. നിങ്ങൾ ECG കണ്ടിട്ടില്ലേ? ECG ഒരിക്കലും സ്ട്രെയിറ്റ് അല്ല. ECG സ്ട്രെയിറ്റ് ആയ അതിന്റെ അർത്ഥം ആള് വടിയായി എന്നാണ്, മീൻസ് ഡെഡ് ആയി എന്നുള്ളതാണ് ECG സ്ട്രെയിറ്റ് ആയുള്ള അതിന്റെ ഒരു മീനിങ്. കാര്യം ആളുകൾക്ക് സങ്കടമാണ് ഈ ECG ഇങ്ങനെ നോക്കി, ഒരു മരിക്കാറായ ഒരു മനുഷ്യന്റെ ECG നോക്കിയിട്ട് നിങ്ങൾ പറയും പെട്ടെന്ന് ഇതെങ്ങനെ സ്ട്രെയിറ്റ് ആയി പോയി കഴിഞ്ഞാൽ തീർന്നു. അപ്പം എപ്പോഴും ECG മുകളിലോട്ടും താഴോട്ടും പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഈ മലകളുടെയും അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് നൽകുന്ന ഒരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ എത്രത്തോളം താഴേക്ക് പോകുന്നു അത്രത്തോളം മുകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ നമുക്കുണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു ബിസിനസ്സിലായിക്കോട്ടെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലായിക്കോട്ടെ, നമ്മുടെ സിറ്റുവേഷൻസിലായിക്കോട്ടെ, നമ്മൾ എത്ര ഡീപ്പിൽ താഴേക്ക് പോയാലും ആ താഴെ പാതാളം എന്ന് പറയുന്ന സംഭവമില്ല. നമ്മൾ അതിന്റെ 100 ഇരട്ടി വേഗത്തിൽ മുകളിലേക്ക് വരാൻ പറ്റും. അൺടിൽ അൺലെസ് നമ്മുടെ ഉള്ളിൽ നമ്മൾ പറയാണ്, ഓക്കെ, ഈ സമയവും കടന്നു പോകും. ഐ ഹാവ് എ വെരി ഗുഡ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ എനിക്കൊരു നല്ല സിറ്റുവേഷൻ വരുമെന്ന് പ്രതീക്ഷയുള്ള ആളുകളൊക്കെ ആ സാഹചര്യങ്ങളൊക്കെ സർപ്പാസ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അതാണ്. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്ര പേര് ഓർമ്മ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയൊരു സാധനമാണ് ഇൻവേഴ്സ് പാരനോയിഡ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ്. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇൻവേഴ്സ് ഓർ റിവേഴ്സ് പാരനോയിഡ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഓർമ്മയുള്ളവരൊക്കെ കുറവായിരിക്കും, കേട്ട് ആ വഴിക്ക് അങ്ങ് വിട്ടിട്ടുണ്ടാവും.
എനിവൻ ഇൻവേഴ്സ് പാരനോയിഡിനെ കുറിച്ച്? പാരനോയിഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ? എവിടെ എല്ലാവരും പോയോ? ഇന്ന് ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇന്ന് ആൾക്കാർ കൂടുതലുണ്ട്, പക്ഷെ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓർമ്മയുണ്ടെങ്കിൽ ഓർമ്മയുണ്ടെന്ന്, അല്ലെങ്കിൽ ഇല്ലാന്ന് പറയാം. അപ്പൊ എനിക്ക് വേറെ പറയാലോ. ഓർമ്മയില്ല സാർ. ഓർമ്മയില്ല. കുറച്ചുപേരൊക്കെ പുതിയതായിട്ട് ഈ ഇൻവേഴ്സ് പാരനോയിഡ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് സംഭവം എന്ന് വെച്ചാല് നമുക്കറിയാം, പാരനോയിഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ? നമുക്ക് ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ തോട്ടൊക്കെ വരുന്ന ഒരു സംഭവം എന്താണെന്ന് അറിയോ? നമ്മൾ നോർമലി ഇപ്പൊ നമുക്കൊരു വിഷമോ ദുഃഖമൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ സീക്വൻസ് ആയിട്ട് ഒരു ദുഃഖങ്ങൾ വരുന്ന സമയത്ത് നമ്മളോട് എന്താ പറയാ? അതാരെങ്കിലും പറയണം. നമുക്കിപ്പോ സ്ഥിരമായിട്ട് പ്രശ്നങ്ങൾ, ഇപ്പൊ നമുക്കൊരു കൊച്ചിന്റെ അസുഖം വരുന്നു, അത് കഴിഞ്ഞ് അതൊന്ന് റെഡി ആയി വരുമ്പോഴേക്കും നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നു. അപ്പൊ വണ്ടിയുടെ ആ പ്രശ്നങ്ങൾ, ആ പൈസ ഒന്ന് സോൾവ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത ജോലി നഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ സീക്വൻസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ പറയാ നോർമലി? എനിക്ക് തന്നെ എന്താ ഇങ്ങനെ വരുന്നത്? വെരി ഗുഡ് ശീലം. എനിക്ക് തന്നെ എന്തെങ്കിലും വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? നമ്മളിങ്ങനെ സ്ഥിരം പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ നോർമലി നമ്മൾ പറയാന്ന്? നിങ്ങളൊന്നും പറയാറില്ലേ? ഏതാ? എന്തൊരു കഷ്ടാണ് വരുന്നതെന്ന് പറയും. എന്തൊരു കഷ്ടാണ്. എനിക്ക് മാത്രം എന്തെങ്ങനെ എന്നാണ് നമ്മൾ എപ്പോഴും. എന്തൊരു കഷ്ടമായി, എനിക്ക് മാത്രം എന്തെങ്ങനെ. അവരൊക്കെ എന്തൊരു സുഖമായിട്ട് ജീവിക്കുന്നത്, ഞാൻ മാത്രം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതുപോലെ പരിപാടി മോശമാണ്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എന്താ ഷൈമിൻ എന്താ മടുത്തു മടുത്തു എന്ന് പറയും. മടുത്തു, എനിക്കിത് മടുത്തു, ഞാൻ നിർത്താണ്, പരിപാടി മതിയായി, എനിക്ക് മാത്രം എന്തെങ്ങനെയാന്നുള്ള. പക്ഷെ ഇതാണ് പാരനോയിഡ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ. വൈ മീ? ഒരു വിക്ടിം മെന്റാലിറ്റിയാണ്. അപ്പൊ ഇതിനെ ഇൻവേഴ്സ് പാരനോയിഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്യണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കൊരു പ്രതിസന്ധിയോ പ്രശ്നമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു വെച്ചാല്, നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ എഴുതി വെച്ചോ, പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് ഭയങ്കരമായിട്ട് മാറും. എന്റെ ലൈഫ് മാറിയതാണ്. നമ്മൾ പറഞ്ഞു വെച്ചാല്, ഈ ഒരു പ്രശ്നത്തിന്റെ പിന്നില് ഒരു വലിയ നന്മയുണ്ട്. ദൈവം എനിക്ക് അതൊന്ന് കാണിച്ചു തരണം. ഒന്നുകൂടി ഞാൻ പറയാം, ഈ പ്രോബ്ലത്തിലൂടെ ഞാൻ കടന്നു പോകുന്നതിന്റെ പിന്നിൽ, അതായത് എന്നെ ഈ ഒരു ഡെപ്തിലേക്ക് തള്ളിയിട്ടതിന്റെ പിന്നിൽ ഒരു വലിയ നന്മ എന്നെ കാത്തിരിക്കുന്നുണ്ട്. എന്താണത്? അതെനിക്ക് കാണിച്ചു തരണം. കാരണം എനിക്കത് കാണാൻ പറ്റാത്തത് കൊണ്ടാണ്. ഞാൻ ഈ പ്രശ്നത്തിലേക്ക് നോക്കുന്നത് കൊണ്ട് എനിക്ക് വേറെ അതിനൊരു ഓപ്പർച്യൂണിറ്റി കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം ഇതാണ്, ഇതിന്റെ പിറകിൽ ഒരു നന്മയുണ്ട്. ഗോഡ് ജസ്റ്റ് ഗിവ് മീ, ജസ്റ്റ് ഷോ മീ. നിങ്ങൾ ഈ ഒരു റിവേഴ്സ് ഇൻവേഴ്സ് പാരനോയിഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റും, നമ്മൾ ആ കടന്നുപോയ സങ്കടത്തിന്റെ ഒരു 10 ഇരട്ടി 100 ഇരട്ടിയോ ഒരു സൗഭാഗ്യം നമുക്ക് കാത്തിരിക്കുന്നുണ്ടാവും. വിത്തിൻ ഡേയ്സിനുള്ളിൽ, അല്ലെങ്കിൽ വിത്തിൻ മന്ത്സിനുള്ളിൽ നമുക്ക് ആ വരുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഈ പ്രശ്നത്തിലേക്ക് നോക്കിയിരുന്ന ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് ആ ഒരു നല്ല സാഹചര്യം വരില്ല എന്ന് മാത്രമല്ല, വന്നാൽ പോലും നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഓരോ പ്രശ്നത്തിലേക്ക് താഴേക്ക് പോകുന്ന സമയത്ത് എന്തോ സംതിങ് ഇസ് ഗുഡ് ഈസ് കമ്മിങ് ഇൻ മൈ ലൈഫ്, എന്തോ ഒരു നല്ലത് വരാനിരിക്കുന്നു. അതുകൊണ്ടാണ് എനിക്കിപ്പോ ഞാൻ ഈ ഒരു സ്ട്രഗിലൂടെ പോകുന്നത്. സംതിങ് ഇസ് ഗുഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഇപ്പൊ നമുക്കറിയാം, ഒരു ചിത്രശലഭം ഉണ്ടാവുന്നതൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ട്, സ്കൂളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പുയോപ്പിയായിട്ട് അതിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ടാണ് ആ ചിത്രശലഭം ആ ഒരു സ്ട്രഗിളിൽ നിന്ന് പുറത്തു വരുന്നത്. നമുക്ക് ആ സ്ട്രഗിളിലേക്ക് അത്രയും സ്ട്രഗിള് അങ്ങോട്ട് അനുഭവിച്ച് അതിന്റെ പെയിൻ മൊത്തം എടുക്കുമ്പോഴും ചിത്രശലഭം ചിന്തിക്കുന്ന എന്താണ്? ചിത്രശലഭം ചിന്തിച്ച് അതിനെ പുഷ് ചെയ്യണം. കാര്യം ആ ഹോളിലൂടെ പുറത്തു വരാൻ ചിത്രശലഭം പുഷ് ചെയ്യണം. ചിത്രശലഭത്തിന്റെ മനസ്സിൽ എന്താണ്, അല്ലെങ്കിൽ ആ ഒരു പ്രകൃതി തന്നെ ഒരു കൊടുത്തിരിക്കുന്ന ഒരു കോൺഷ്യസ് എന്താണ്, ഈ പെയിൻ എന്റെ മാറിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ശലഭമായി പറക്കാൻ പറ്റും. എനിക്ക് ആ ഒരു പെയിൻ സിറ്റുവേഷൻസ് എനിക്ക് എന്തായാലും മാറിയിട്ട് ഐ ക്യാൻ ഫ്ലൈ ഇൻ ദ വേൾഡ്. ആ ഒരു കോൺസെപ്റ്റിലേക്ക് എങ്ങനെ പുഷ് ചെയ്യും? പ്രത്യേകിച്ച് ഇവിടെ സ്ത്രീകളൊക്കെ ഉണ്ട്, പലരും പ്രസവിച്ചവരാണ്. നമ്മളൊരു നോർമൽ ഡെലിവറിക്ക് കിടക്കുന്ന സമയത്ത് ആ ഒരു പ്രസവ വേദന നമുക്കറിയാലോ, എല്ലൊക്കെ നുറുങ്ങുന്ന ഒരു വേദനയാണെന്ന് കേട്ടിട്ടുണ്ട്. ലോകത്ത് സഹിക്കാൻ പറ്റാത്തതിന് അതിന്റെ ഒരു എന്താ പറയാ മോളിക്കുലാർ ലെവലിൽ ഇതിനെ മെഷർ ചെയ്തിട്ടുണ്ട്. അപ്പൊ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ഒരു അസ്ഥി നുറുങ്ങുന്ന വേദന, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ സഹിക്കാവുന്നതിന്റെ 7 ഇരട്ടി വേദനയാണ് ഒരു സാധാരണ സ്ത്രീ ഒരു ഡെലിവറി സമയത്ത് അനുഭവിക്കുന്നത് എന്നാ പറയുന്നത്. അപ്പൊ അത്രയും പെയിനിലൂടെ കടന്നു പോകുമ്പോഴും സ്റ്റിൽ ഡോക്ടേഴ്സ് നഴ്സേഴ്സ് ഇരുന്നിട്ട് പുഷ് 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 എന്ന് പറയുമ്പോ ഈ പുഷ് ചെയ്യാൻ കിട്ടുന്ന ഒരു ഊർജ്ജം എവിടുന്ന കിട്ടുന്നത്? കാരണം
എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ എനിക്ക് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ വിത്തിൻ മിനിറ്റ്സിനുള്ളിൽ എനിക്ക് കാണാൻ പറ്റും. അവരുടെ ആ കുഞ്ഞ് ആ ഒരു എന്താ പറയാ അത്രയും ഹാപ്പിനെസ് ഉള്ള മുഖം കാണാൻ വേണ്ടിയിട്ടാണ് ആ പുഷൊക്കെ ചെയ്യുന്നത്. വൺസ് ആ കുട്ടി പുറത്ത് വന്ന് കുട്ടീന്റെ ക്ലീനൊക്കെ ചെയ്ത് അമ്മയെ കാണിച്ചു കൊടുക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന വേദനകൾ അമ്മ മറക്കും. കാരണം അത്ര ആ ചിരിക്കുന്ന അല്ലെങ്കിൽ ആ കരയുന്ന കുട്ടിയെ കാണുമ്പോൾ ഒരു ആരോഗ്യത്തോടെ ഒരു കുട്ടി കിട്ടിക്കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇറ്റ്സ് സംതിങ് എൽസ്. അപ്പൊ ആ ഒരു പെയിൻ പ്രോസസ്സിലൂടെ കടന്നു പോകാതെ ഈ ഒരു 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 ഹെൽത്തി അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻസിലേക്ക് നമ്മൾ വരില്ല. അപ്പൊ നമുക്ക് എന്ത് പെയിൻ വരുന്ന സമയത്താണെങ്കിലും എന്ത് സിറ്റുവേഷൻസ് വരുന്നതാണെങ്കിലും നമ്മുടെ മനസ്സിനെ ഓക്കെ എല്ലാറ്റിലും നന്മയുണ്ട്. വെരി ഗുഡ്, ഇറ്റ്സ് അവർ ബിലീഫ്. യാ വെരി ഗുഡ്, താങ്ക് യു ബിഷു സർ. അപ്പൊ നമ്മൾ വെച്ചാല് ഓരോ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ ബ്രെയിനിനെ ഇങ്ങനെ എന്താ പറയാ ഫോക്കസ് ചെയ്യണം. വാട്ട് ഈസ് എ ഗുഡ് തിങ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ മൈ ലൈഫ്. ഞാൻ ഇതിനെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ എന്തിനെ നമ്മളിങ്ങനെ ബ്രെയിനിനെ ട്യൂൺ ചെയ്യണം എന്നുള്ളതിന് ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ കൂടി പറയാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് അനുഭവമുണ്ടായിരിക്കും, നിങ്ങളിപ്പോ ഒരു കാറ് വാങ്ങാനായിട്ട് തീരുമാനിച്ചെന്ന് വിചാരിച്ചോ. കാറോ അല്ലെങ്കിൽ എനി ഐറ്റം ലൈക്ക് നമ്മളൊരു ഫ്രിഡ്ജോ കാറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം, ആ കാറ് വാങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു അധികം കാണാത്തൊരു മോഡലായിരിക്കും നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഹുണ്ടായുടെ ക്രെറ്റയോ, ക്രെറ്റ കുറച്ചും കൂടി വണ്ടികളുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്തു വിചാരിച്ചു. ആ വണ്ടി നല്ലതാണ്, ഈ വണ്ടി നമുക്ക് വാങ്ങിക്കൊള്ളാം, ഇതിന് എത്ര പൈസ വരും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊരു വീട്ടിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തേക്ക് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു ബൈക്ക് നിങ്ങൾ വാങ്ങുന്നു, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഏത് വണ്ടിയായിരിക്കും പിന്നെ കൂടുതൽ കാണാൻ? ഏത് വണ്ടിയായിരിക്കും? മിക്കവാറും ആ വണ്ടി തന്നെ. മിക്കവാറും ആ വണ്ടിയായിരിക്കും അല്ലേ? നിങ്ങൾക്ക് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആ സാധനം മേടിക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ, മേടിച്ചിട്ട് പോലുമില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും ദൈവം ഇത്ര പെരുത്ത വണ്ടി ഈ ഈ നാട്ടിലുണ്ടായിരുന്നു, ഇതുവരെ ആ വണ്ടി ശ്രദ്ധിച്ചിട്ടില്ല. ആരും ഒരാൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അത് നോക്കിയത്. ഇത്രയ്ക്കധികം വണ്ടികൾ ഇവിടെ ഉണ്ടോ, ഈ കളറിലുള്ള വണ്ടികൾ ഉണ്ടോ, എവിടെ നോക്കിയാലും ഈ വണ്ടികൾ. ഇപ്പൊ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാല് അല്ലെങ്കിൽ നമ്മളൊരു വണ്ടി മേടിച്ച് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ കാണുന്ന വണ്ടികളൊക്കെ ആയിരിക്കും ശേ വേറെ ഏതെങ്കിലും വണ്ടി ഓടിക്കായിരുന്നു. കാരണം അത്രയ്ക്കധികം വണ്ടികൾ ഇവിടെ ഉണ്ടെന്ന് ഇങ്ങനെ തോന്നും. എന്തുകൊണ്ടാണെന്നറിയോ? ഇത് നമ്മുടെ ഒരു ബ്രെയിനിന്റെ ഒരു ഫിൽട്ടറിങ് കപ്പാസിറ്റിയാണ്. അതായത് നമ്മുടെ ബ്രെയിനിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോഗ്രാം, ഈ വണ്ടിയെ കുറിച്ചുള്ള ഒരു ഇമേജ് നമ്മൾ ബ്രെയിനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ബ്രെയിനിന് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ലോകത്തെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് മനുഷ്യന്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാലോ, ഐൻസ്റ്റീൻ പോലും അതിന്റെ 15% പോലും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ബ്രെയിനിന്റെ ഒരു കപ്പാസിറ്റി ആലോചിക്കും. നമ്മുടെയൊക്കെ 0.00 എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതായത് ഐൻസ്റ്റീനും ഐസക് ന്യൂട്ടനും ഒക്കെ അതിന്റെ ബിലോ 15% ആണ് നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനം. പക്ഷെ ലോകത്തെ ഏറ്റവും മടിയൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ ബ്രെയിനാണ്. ലോകത്തെ ഏറ്റവും മടിയൻ നമ്മുടെ ബ്രെയിനാണ്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ജയന്റ് ആയിട്ടുള്ള ഒരാള് ഏറ്റവും മടിയനാലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കി. അതിനെ കൊണ്ട് പണിയിടിപ്പിച്ചാലെയാണ് അത് പണിയെടുക്കുള്ളൂ. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അറിയാൻ പറ്റും. നമ്മളിപ്പോ ഒരു സൈക്കിൾ ഓടാനായിട്ട് ശ്രമിക്കുന്നു ചെറുപ്പത്തില്, നമുക്കറിയാം നമ്മൾ എന്തോരം കഷ്ടപ്പെട്ട് ഓടിച്ചേർന്ന്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ബ്രെയിൻ ഓട്ടോമേറ്റ് ചെയ്യും, ബ്രെയിന് വർക്കൊന്നുമില്ല. നമ്മൾ കാർ ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് തുടക്കം ഭയങ്കര പാടായിരുന്നു. നമ്മൾ ബ്രേക്ക് പിടിക്കുന്നു, കണ്ണ് തള്ളുന്നു, ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഇപ്പൊക്കെ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് ഒരു 10 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് എങ്കിൽ പോലും സോ ദ ബ്രെയിൻ ഓട്ടോമേറ്റഡ് ദ പ്രോസസ്. ഞാൻ ഇന്നലെ വരുന്ന സമയത്ത് 9 മണിക്ക് 2 മീറ്റിംഗ് ഒരുമിച്ച് വെച്ചു. ഒരെണ്ണം ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ NLPയുടെ, ഒരെണ്ണം ഞങ്ങളുടെ ഒരു ട്രെയിനേഴ്സിന്റെ ഒരു ആനന്ദവുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിൻ. അപ്പൊ ഞാൻ ഒരെണ്ണത്തിൽ ഒരു ട്രെയിനിങ് വെച്ചു, ഇപ്പുറത്തേല് എന്റെ വൈഫിന്റെ മൊബൈലിൽ ഞാൻ മറ്റേത് വെച്ചു. ഇതിന്റെ കൂടെ ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട്. ഇതൊന്നും ചെയ്യാൻ പാടുള്ള കാര്യമില്ല, ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ ഞാൻ ഇതിൽ പലതിനും ആൻസർ പറഞ്ഞു. എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കൽ പ്രോസസ് ഇറ്റ്സ് ബീങ് ഓട്ടോമേറ്റഡ്. അപ്പൊ ബ്രെയിൻ എപ്പോഴും ചെയ്യുന്നത് വെച്ചാൽ അതിനെ ഏറ്റവും ഈസി ആയിട്ടുള്ള ചെയ്യുള്ളൂ. അപ്പൊ ബ്രെയിനിൽ നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമിംഗ് അനുസരിച്ച് നമുക്കറിയാം എത്രയോ ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻസ് ആണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്, എന്തോരം കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ബ്രെയിൻ എന്താ ചെയ്യുക? നമ്മളൊരു പ്രോഗ്രാം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫിൽട്ടർ ചെയ്തിട്ടാണ് കണ്ണിൽ കാണുന്ന സാധനങ്ങളെ ഒരു ഫിൽട്ടർ വയ്ക്കും. ഇന്ന സാധനം മാത്രം ഇങ്ങോട്ട് കയറിയാൽ മതി, ഇന്ന കാറ് മാത്രം ഫിൽട്ടർ ചെയ്ത് ബ്രെയിനിലേക്ക് കാണിച്ചാൽ മതി എന്നുള്ളൊരു ഒരു പ്രോഗ്രാമിങ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സാധനം മാത്രമേ അകത്തോട്ട് കയറുള്ളൂ. അപ്പൊ നമ്മുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ബ്രെയിന് കൊടുക്കുന്ന പ്രോഗ്രാം? ഇതിന്റെ പിറകിൽ ഒരു നന്മയുണ്ട്, ആ നന്മ എനിക്ക് കാണിച്ചിരുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ബ്രെയിന് കൊടുക്കുന്നതെങ്കിൽ ആ ബ്രെയിൻ പിന്നെ കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ പോകുന്ന ഹാപ്പിനെസ്സും
നമ്മുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സും മാത്രമാണ് ബ്രെയിനിന് നമുക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. മറിച്ച് നമ്മൾ നേരത്തെ ഷീല മാമും അല്ലെങ്കിൽ ബാക്കി എല്ലാവരും കൂടി പറഞ്ഞ പോലെ ഇത് എന്തൊരു കഷ്ടമാണ്, എനിക്ക് മാത്രം എന്തെങ്ങനെയെന്ന് പറഞ്ഞ് നമ്മുടെ ബ്രെയിനെ പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ദുരന്തങ്ങളെ മാത്രം നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ബ്രെയിൻ ഫിൽട്ടർ ചെയ്യുന്നത് പിന്നെ നമുക്ക് വരുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മാത്രമാണ്. അതിന്റെ അപ്പുറം ഒളിഞ്ഞിരിക്കുന്ന നന്മയോ ഇതിന്റെ പിന്നിൽ സംഭവിക്കാവുന്ന വലിയ പ്രതിസന്ധികളോ ഒന്നും നമ്മളെ കാണിച്ചു തരാനായിട്ട് നമ്മുടെ ബ്രെയിന് പറ്റൂല. അപ്പം ഞാൻ ഇതുപോലെ പല സാഹചര്യങ്ങളിലൂടെയും എൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടും എൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒത്തിരി സാഹചര്യങ്ങളിലൂടെ ഞാൻ വിഷമിക്കുന്ന സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ കണ്ടിരിക്കുന്ന കാര്യം വെച്ചാൽ അത്രയും ഡിഫിക്കൽട്ട് ടൈംസ് വരുന്ന സമയത്ത് നമുക്കൊരു ബ്ലെസ്സിങ് നമ്മളിലേക്ക് വരും. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയണ്ട, എന്റെ വണ്ടി ഒരു പ്രാവശ്യം ആക്സിഡന്റ് ആയി. ഞാൻ ഈ വർഷം ആരംഭത്തിലാണ് ഞാൻ ഇൻവേഴ്സ് പാരനോയിഡ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പഠിക്കുന്നത് തന്നെ. ആ സമയത്ത് അത് കഴിഞ്ഞ് കൃത്യം ഒരു 30 ദിവസം കഴിഞ്ഞ സമയത്ത് എന്റെ വണ്ടി ആക്സിഡന്റ് ആയി. വണ്ടിയുടെ ബാക്കിൽ ഒരു വണ്ടി വന്ന് ഇടിച്ചു. വണ്ടി ഉപയോഗിക്കാന്ന് വെച്ചാൽ വണ്ടി ഓടിക്കാൻ എനിക്ക്, പക്ഷെ അങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എനിക്കറിയാം വണ്ടി എന്തായാലും ഒരു മാസം പണിക്കേറ്റേണ്ടി വരും, കാരണം അതിന്റെ ബാക്കൊക്കെ ബെൻഡായി പോയി. അപ്പൊ അതിന്റെ സ്പെയർ പാർട്സ് ഒക്കെ കിട്ടണം. അപ്പൊ ഞാൻ ആദ്യം വിഷമിച്ചു, ദൈവം എന്താണ് ഇങ്ങനെ എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ നമ്മൾ ഇത് പഠിച്ചത് കൊണ്ട് ഞാൻ എന്ത് പറയാൻ തുടങ്ങി, ഇതിന്റെ പിറകിൽ ഒരു നന്മയുണ്ട്. ഗോഡ് ജസ്റ്റ് ഷോ മീ ദാറ്റ് ബ്ലെസ്സിങ്. എനിക്ക് എന്റെ വണ്ടി ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിറകിൽ ആർക്കും ഒന്നും പറ്റില്ല, ദാറ്റ് ഈസ് ഗ്രേറ്റ്, എന്താ പറയുക, ബ്ലെസ്സിങ് ആണ്. ഞാനും എന്റെ 2 ആൺമക്കളും ആ വണ്ടിയിലുണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടി അടിച്ചത് ഇറിഞ്ഞു പോലില്ല, കാരണം അത്രയും ഇടിച്ച് ബാക്കിൽ വന്ന് ഇടിച്ച്. ആ വണ്ടി, എന്റെ ബാക്കിൽ ഇടിച്ച വണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല, മീൻസ് ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. അവന് എന്റെ ഫ്രണ്ട് മുഴുവൻ തകർന്നു. അയാളെ ഒരു ക്രെയിൻ വന്നിട്ടാണ് ആ വണ്ടി വലിച്ചു കൊണ്ടുപോയത്. എന്റെ വണ്ടി ഓടിക്കാൻ പറ്റും, അപ്പം പക്ഷെ ബാക്ക് ഞളങ്ങിപ്പോയി, ജസ്റ്റ് ഒന്ന് ഞളങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അയാളുടെ വണ്ടി തകർന്നു പോയി. അപ്പൊ തന്നെ വലിയൊരു ബ്ലെസ്സിങ് ആണ്, 2-3 ബ്ലെസ്സിങ് ആണ്. ഒന്ന്, ഞങ്ങളുടെ വണ്ടിയുടെ ബാക്കിൽ ഇടിച്ചിട്ട് ഞങ്ങൾ അറിഞ്ഞു പോലുമില്ല, എന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പുഷായി എന്നല്ലാതെ ഒന്നും പറ്റിയില്ല. 2, എനിക്ക് ആ വണ്ടി ഓടിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരാഴ്ച കൂടി ഞാൻ ഓടിച്ചടന്നു, വണ്ടി വർഷോപ്പിൽ കയറ്റുന്നത്. അയാളുടെ വണ്ടി ഓടിക്കാനേ പറ്റില്ല. അത് കഴിഞ്ഞ് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ ഷോ ദ ബ്ലെസ്സിങ്സ്. നിങ്ങൾക്കറിയാം, എനിക്ക് യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചാൽ എന്റെ വണ്ടി വണ്ടിയിൽ കയറിയ സമയത്ത് പിന്നെ ഒരു 1 മന്തിന്റെ അടുത്ത് ഞാൻ ട്രാവലിലായിരുന്നു. ലൈക്ക് ഞാൻ ഗൾഫിൽ പോയി, അതിനിടയ്ക്ക് ദുബായിൽ പോയി, കമ്പനി ആവശ്യത്തിനാണ് ഇതെല്ലാം പോയത്, ഡൽഹിയിൽ പോകേണ്ടി വന്നു. അപ്പൊ എനിക്ക് എന്ന് വെച്ചാൽ ആ സമയത്ത് സത്യം പറഞ്ഞാൽ വണ്ടി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഐ ഓൾവേസ് ട്രാവൽ. അപ്പം അത് കഴിഞ്ഞ് വണ്ടിയൊക്കെ റെഡി ആയി വന്നപ്പോഴേക്കും എന്റെ ആ ഒരു ഞാൻ നോർമലായി. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും പ്രോബ്ലംസും പ്രശ്നങ്ങളൊക്കെ എന്റെ ലൈഫിലേക്ക് വരുന്ന സമയത്ത്, വരുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങും, ഗോഡ് ജസ്റ്റ് ഷോ മീ ദ ബ്ലെസ്സിങ്സ് ബിഹൈൻഡ് ദിസ്. അപ്പം ഇതിന് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു വേർഡാണ്, നമ്മൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴും ഈ സമയം കടന്നു പോകും, ദിസ് ഓൾസോ വിൽ പാസ്. ഇതും നമ്മുടെ ലൈഫിൽ കടന്നു പോകും. ഇങ്ങനെ കടന്നു പോകുമെന്ന് ഉറച്ചു വിശ്വസിക്കാനും ഈ കടന്നു പോകുന്ന സിറ്റുവേഷൻസിന്റെ ബാക്കിലേക്കുള്ള ഒരു നന്മയെ കാണാനും പ്രത്യേകിച്ച് ബി മാജിക്കിലുള്ള ആളുകൾക്ക് സാധിച്ചു കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഒരിക്കൽ പോലും ഒരു ദിവസം പോലും സങ്കടപ്പെട്ടിരിക്കേണ്ടി വരില്ല. കാര്യം നമ്മുടെ പലവരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആളുകൾ പലരും ആത്മഹത്യ ചെയ്യുന്നതിന്റെ കാരണം എന്താണ്, അവർക്ക് ചിലപ്പോൾ ഒരു ബിസിനസ് ഒക്കെ ചെയ്ത് തകർന്ന് പൈസയൊക്കെ പോയി നശിച്ചു നിൽക്കുമ്പോൾ, ഇനി രക്ഷയില്ല, ഇനി ഞാൻ ഇവിടുന്ന് പൊന്തൂല എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി, ഇപ്പൊ നമുക്കറിയാം പത്രങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാല് സ്ഥിരം ഭാര്യയും മക്കളും എല്ലാവരും കൂടിയിട്ടാണ് കത്തിക്കുന്നത്, ആത്മഹത്യ ചെയ്യുന്നത്. അപ്പൊ അവർ വിചാരിക്കുന്നത് ഇത് കത്തിക്കഴിഞ്ഞെല്ലാം തീർന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എത്ര നാണക്കേടിന്റെ അവസ്ഥയിൽ പോയാലും, എത്ര ബാഡ് ടൈംസിൽ പോയി കഴിഞ്ഞാലും, വി ഹാവ് ദെൻ കം ബാക്ക്. നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ, ഇഫ് യു ബിലീവ് ദാറ്റ് ഇറ്റ്സ് ഗോയിങ് ടു പാസ് ഇറ്റ് അഗൈൻ ആൻഡ് ഐ വിൽ കം ബാക്ക് അഗൈൻ എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടിയിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന നന്മയും സന്തോഷവും സ്നേഹവും ഹാപ്പിനെസ്സും ഒക്കെ കിട്ടാനുള്ള വലിയ സിറ്റുവേഷൻ. നമുക്കറിയാം 2020 കൊറോണ വന്ന സമയത്ത് എനിക്ക് പോലും എന്റെയും ജോലി കുറച്ചു നാളത്തേക്ക് സാലറി ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ വന്നു. എല്ലാവരും സങ്കടപ്പെട്ടു. ഈ കൊറോണ വന്ന് പ്രോബ്ലംസിലായ ഒരുപാട് ആൾക്കാരുണ്ട് എനിക്കറിയാം. പക്ഷെ കൊറോണ വന്ന് രക്ഷപ്പെട്ട ഒരു മനുഷ്യനാണ്, കുറേ രക്ഷപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ. ബിക്കോസ് ഐ ആം ഡൂയിങ് ദിസ് ട്രെയിനിങ്. 2020 കൊറോണ വന്നുകൊണ്ടാണ് മോട്ടിവേഷൻ സെഷൻസ് കേൾക്കാനും ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് പോകാനൊക്കെ പോയത് ഞാൻ കൊറോണ സമയത്താണ്. ആ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഞാൻ കുറെ ക്ലാസ്സുകൾ എടുത്തു, കുറെ നല്ല മനുഷ്യരെ പരിചയപ്പെടുത്തി. ഇപ്പോഴും ട്രെയിനിങ് കോമ്പറ്റീഷൻസിൽ പങ്കെടുത്തു, ട്രെയിനിങ് അതിൽ പലതിലും വിന്നറായി. ഇപ്പൊ സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള കുറെ പേരെ പരിചയപ്പെടാൻ പറ്റി. അല്ലെങ്കിൽ ഞാനൊരു കമ്പനിയിൽ GM ആയിട്ട് വർക്ക് ചെയ്യുന്ന ആ കമ്പനിയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന, എന്റെ സ്റ്റാഫിന് മാത്രം അറിയാവുന്ന ഒരാളിൽ നിന്ന് ഇപ്പം കോഴിക്കോടും
വയനാടും കാസർഗോഡും ഈവൻ എനിക്ക് ജർമ്മനിയിൽ വരെ ഞാൻ പഠിപ്പിച്ച ആൾക്കാരുണ്ട്. പലരും സ്നേഹത്തോടുകൂടി പല ഗിഫ്റ്റ് ഒക്കെ കൊണ്ട് തരാറുണ്ട്. അപ്പം നമുക്ക് അത്രയും വലിയൊരു നെറ്റ്വർക്കിലേക്ക് എന്നെ മാറ്റിയത് സത്യം പറഞ്ഞ കൊറോണയാണ്. അതായത് എന്റെ എല്ലാ കംഫർട്ട് സോണിനെയും ബ്രേക്ക് ചെയ്തിട്ട് ഒരു പുതിയൊരു വഴി തുറന്നു തന്നത് അതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലംസ് നമ്മുടെ മുമ്പിൽ വരുന്ന സമയത്ത് നമ്മൾ അടുത്ത പണി വന്നു ദൈവമേ എന്ന് പറഞ്ഞ തലയ്ക്ക് കൈ കൊടുത്തിരിക്കാതിരിക്കാതെ നമ്മൾ ചിന്തിക്കണമെന്ന് വെച്ചാൽ ഓക്കെ, സംതിങ് ന്യൂസ് കമ്മിങ്, ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, സോ ദാറ്റ്സ് വൈ ദിസ് ചലഞ്ചസ് കം ടു മീ എന്ന് ചിന്തിക്കാൻ പറ്റുകയും ഈ ഒരു ചലഞ്ച് എന്തായാലും കടന്നു പോകും, ഞാനും ഒരു എന്താ പറയാ ഭയങ്കര സന്തോഷത്തിലും രസകരമായിട്ട് നമ്മുടെ ലൈഫ് മാറും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ നമ്മുടെ ബ്രെയിനെ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാല് നമ്മുടെ ലൈഫ് ഭയങ്കര ഈസിയാണെന്നേ. ഒരു ബുദ്ധിമുട്ടില്ല ഇവിടെ ജീവിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ ഒരു ടെക്നിക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അറിയാത്തതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും മനോഹരമായ ഒരു കോട്ടുണ്ട്, നോ വിന്റർ ലാസ്റ്റ് ഫോർ എവർ. ഒരു വിന്ററും ഒരുപാട് നാള് നിന്നിട്ടില്ല. നോ സ്റ്റോം സ്റ്റേസ് ഫോർ എവർ. ഒരു കൊടുങ്കാറ്റും ശമിക്കാതിരുന്നിട്ടില്ല. നോ പെയിൻ റിമൻസ് ഫോർ എവർ. ഒരു വേദനയും തീരാതിരുന്നിട്ടില്ല. ദ സൺ വിൽ റൈസ് ആൻഡ് ദ ടൈം ടു ഷാൽ പാസ്. ഇരുണ്ട സൂര്യൻ ഒരു ദിവസം എന്തായാലും ഒരു ആഫ്റ്റർ ഫ്യൂ അവേഴ്സ് സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും സൂര്യൻ ഉദിച്ചിരിക്കും. അതൊരു പ്രകൃതി നിയമമാണ്. നിങ്ങളിപ്പോ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കടന്നു പോകുന്ന സങ്കടകരമായ അവസ്ഥയിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വന്നിരിക്കും. ബിക്കോസ് ഒരിക്കലും ഒരാളും അന്ധകാരത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു പ്രതിഭാസമല്ല. ബിക്കോസ് ഇതൊരു പ്രകൃതിയുടെ നിയമമാണ്. അപ്പൊ നിങ്ങൾ നോക്കിയൊക്കെ ഒരു വിത്ത്, നമ്മൾ ആ വിത്തിനെ മണ്ണിന്റെ അടിയിലേക്ക് കുഴിച്ചിടാണ്. നിങ്ങൊന്ന് ആലോചിച്ച് നോക്കി, ഏതെങ്കിലും വിത്ത് മുകളിൽ നിന്ന് മുളച്ചിട്ടുണ്ടോ? ഇല്ല. അതിനെ മണ്ണിന്റെ അടിയിലേക്കാണ് കുഴിച്ചിടുന്നത്. അവിടെ എന്താണ്? കംപ്ലീറ്റ് ഡാർക്ക്നെസ് ആണ്. എന്താ പ്രവൃത്തി നടക്കണമെന്ന് ഒരു സംഭവം അറിഞ്ഞുകൂടാ. ഒരു മണ്ണിന്റെ ആഴങ്ങളിലേക്ക് പോയി ഇരുട്ടും അല്ലെങ്കിൽ ഒരു ഫുൾ സൈലൻസിലാണ് ഒരു വിത്ത് കുഴിച്ചിടുന്നത്. പക്ഷെ അവിടെ കിടക്കുന്ന സമയത്ത് ഓക്കെ, വെരി ഗുഡ് സന്ധ്യ, താങ്ക് യു സോ മച്ച് ഫോർ ഇറ്റ്. ഇഫ് വിന്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ്. അപ്പൊ നമ്മളൊരു ഒരു വിത്തിനെ വളരെ ഡാർക്ക്നെസ്സിലേക്ക് ഇട്ട് അതിനവിടെ മൂടും. ആ വിത്തിന് ചിന്തിക്കാം, ദൈവമേ, ഞാൻ മുകളിലുണ്ടായിരുന്ന ഒരു സാധനമാണ്, സൂര്യപ്രകാശവും എല്ലാം കിട്ടിയിരുന്ന ഒരു സാധനം, ഞാനിപ്പോ വീണ്ടും ഒരു കറുത്ത ഇരുണ്ട അറകളിലേക്ക്, ഒരു അഗാധ ഗർത്തത്തിലേക്ക് ഞാൻ തള്ളപ്പെട്ടു. എന്റെ ജീവിതം ഇവിടെ തീർന്നു എന്ന് വിശ്വസിക്കാം. അതല്ല, ഇതിനപ്പുറം ഒരു പ്രകാശത്തിന്റെ ലോകമുണ്ട്. ആ ഒരു വിത്ത് അവിടെ കിടന്ന് പൊട്ടി മുളച്ച് നാമ്പുകൾ മുകളിലേക്ക് വരുമ്പോ ഇതാ ഒരു പുതിയൊരു ലോകം, പുതിയൊരു സിറ്റുവേഷൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഒന്നിൽ നിന്ന് 1000 ഒരു 10,000 ലക്ഷങ്ങളോ ആയിട്ട് മാറുന്ന ഒരു വലിയൊരു സംഭവമായിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ മണ്ണിൽ ബറി അയക്കണേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും രസകരമായിട്ട് മാറുന്നത്. റോബർട്ട് എച്ച് ഷുള്ളർ പറഞ്ഞിട്ടുണ്ട്, ടഫ് ടൈംസ് നെവർ ലാസ്റ്റ് ബട്ട് ടഫ് പീപ്പിൾ ഡു. ടഫ് ടൈംസ് നെവർ ലാസ്റ്റ് ബട്ട് ടഫ് പീപ്പിൾ ഡു. ബുദ്ധിമുട്ടുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ വേദനകളുള്ള സിറ്റുവേഷൻസ് ഒരിക്കലും ലാസ്റ്റ് ചെയ്യില്ല. പക്ഷെ അതിനെ സ്ട്രഗിൾ അല്ലെങ്കിൽ അതിനെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ആളുകൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ബീർബൽ അക്ബറിന് കൊടുത്ത പോലെ ഒരു മോതിരം നമുക്കും അണിയാം. അല്ലെങ്കിൽ നമ്മുടെ മോതിരം കാണുമ്പോൾ നമുക്കൊരു സംഭവമായിട്ട് എന്തെങ്കിലും വിഷമമൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മുടെ മോതിരത്തിലേക്ക് നോക്കാം. അപ്പൊ നോക്കിയിട്ട് നമുക്കും പറയാം, ദിസ് ടൈം ഓൾസോ വിൽ പാസ്, ഐ വിൽ റൈസ് അഗെയിൻ. ഇപ്പൊ ക്രിസ്തുവിനെ ബറി ചെയ്തു, 3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന പോലെ എന്നെ എത്ര കൊന്ന് കുഴിച്ചു മൂടിക്കഴിഞ്ഞാലും ഐ വിൽ റൈസ് ഇറ്റ് അപ്പ് അഗെയിൻ. ഞാൻ ഉയർത്ത് വരും. സൂര്യൻ ഉദിക്കുന്നുണ്ടെങ്കിൽ, സൂര്യൻ വീണ്ടും ചന്ദ്രൻ മീൻസ് ഇരുട്ടിന്റെ മറ നീക്കി സൂര്യൻ കിഴക്ക് ഉദിക്കുന്നുണ്ടെങ്കിൽ ഓസ്റ്റിനും മണിയും റസാഖും ബഷീറും ഒക്കെ ഉയർത്ത് വന്നിരിക്കും എന്ന് നമുക്ക് നമ്മളോട് തന്നെ പറയാം. അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഓവർ ടു യു, ഗോപിക. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് ഫോർ ദി സെക്ഷൻ. സോ ഇന്നത്തെ ഒരു സെഷനിൽ ഒരുപാട് പോയിന്റ്സുകൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ഇന്നത്തെ സെഷൻ വന്നിട്ടുള്ളത്. അപ്പം എനിവേ താങ്ക് യു സോ മച്ച് സർ. സോ നമുക്ക് ടൈം ആൾമോസ്റ്റ് ആയിട്ടുണ്ട്. എനിവേ 2-3 പേര് പെട്ടെന്ന് നമ്മുടെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാവോ?
മാജിക് മോർണിംഗ് നന്നായി നല്ലൊരു ക്ലാസ് ആയിരുന്നു അശ്വിൻ സാറ്. നമ്മളെ ഗോൾഡ് നല്ലൊരു ഉദാഹരണമാണ്. ഗോൾഡ് ആഭരണം, സ്വർണം, എന്തെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്തിട്ടാണ് ഒരാളുടെ തിളക്കമായി മാറുന്നത് എന്ന് നമുക്കറിയാം. എന്തായാലും മറ്റുള്ളവരെ കൂടി പെട്ടെന്ന് ഫീഡ്ബാക്ക് പറയാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു റസാഖ് സർ. ദെൻ നെക്സ്റ്റ് ആരെങ്കിലും പെട്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. ആർക്കൊന്നും പറയാനില്ലേ? ഇന്ന് എല്ലാവരും ഭയങ്കര സൈലൻസിലാണല്ലോ. മാജിക് മോർണിംഗ് സർ. ഹൃദയത്തിനെ മാജിക് മോർണിംഗ്. തണുപ്പിക്കുന്ന വാക്കുകളായിരുന്നു സർ. താങ്ക് യു. താങ്ക് യു ഷൈന. നല്ല ഒരു ആത്മവിശ്വാസം പകരുന്ന തരത്തിലുള്ള വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു അന്ന്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അതായത് ബാഡ് സംഗതികൾ വരുന്ന സമയത്ത് സാർ പറഞ്ഞ മാതിരി വൈ മീ എന്നുള്ള ചോദ്യമാണ് വരല്. അപ്പൊ അതിന്നെല്ലാം ഒന്ന് മാറി ഈ സമയം കടന്നു പോകും. അതായത് എവറിഥിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്നുള്ള ഒരു സംഗതി, എല്ലാം നല്ലതിന് അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരു നല്ല കാര്യങ്ങള് നന്മകൾ വരാനുണ്ട്, അതിന്റെ ഒരു സൂചനയായിട്ടാണ് ഇത് എന്നുള്ളത് വളരെ നല്ല എക്സാമ്പിളോട് കൂടിയിട്ട് ബട്ടർഫ്ലൈന്റെയും അതായത് പിന്നെ ഈ നമ്മളെ നെൽസൺ മണ്ടേല അങ്ങനെ പല പ്രശസ്ത വ്യക്തികളതും പല കാര്യങ്ങളും സാറ് വളരെ മനോഹരമായിട്ട് ഒന്ന് പറഞ്ഞു തന്നുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മണി സാർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു മണി സർ. മുസ്തഫ സാർ. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. നന്നായിട്ടുണ്ട് സാർ. മറ്റേ ഉദാഹരണമൊക്കെ പറഞ്ഞത് നല്ല നന്നായിട്ടുണ്ട്. വളരെയധികം കാരണം നമ്മളെ അനുഭവത്തിലാണ് ഇപ്പൊ പറയാൻ പറ്റില്ലായിരുന്നു. പക്ഷെ എന്റെ ഇടയിൽ കയറി സംസാരിക്കേണ്ടെന്ന് വെച്ചായിരുന്നു ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ നല്ല ക്ലാസ് ആയിരുന്നു. കാരണം അത് ജീവിതാനുഭവമാണ്. കാരണം ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ച് വീണ്ടും അതിൽ നിന്ന് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരികയാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മുസ്തഫ സാർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സർ. അതിനിടയ്ക്ക് വേറെ ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീകൃഷ്ണ മാം ആണോ? അതെ, മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. നല്ലൊരു സെഷൻ ആയിരുന്നു സർ. നമ്മളെപ്പോഴും കേൾക്കാറുള്ള കോട്സ് ആണ്, പക്ഷെ അത്ര ഡീപ്പായിട്ട് അങ്ങനെ തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ ക്ലാസ് കേട്ടപ്പോൾ നമുക്ക് കുറെ പോയിന്റ്സ് അതിൽ നിന്ന് കിട്ടി. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു കൃഷ്ണ. താങ്ക്സ് ലോട്ട്. മാജിക് മോർണിംഗ് സർ. മാജിക് നജുല. ഞാനും ഇങ്ങനെ ആദ്യമൊക്കെ ബി മാജിക്കിൽ വരുന്നതിന്റെ മുന്നേ ഞാനും ഇങ്ങനെ വിചാരിക്കരുത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഇത്രയും നശിച്ച ഒരു സാധനം വേറെ ഇല്ല, ഞാൻ ഇതിനെ കുറിച്ച് തന്നെ പറയായിരുന്നു. പക്ഷെ ബി മാജിക്കിൽ വന്നതിന് ശേഷമാണ് അതൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങിയത്. അതേപോലെ തന്നെ സാറ് പറഞ്ഞല്ലോ നമ്മുടെ മൈൻഡിന്റെ കാര്യം. ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഈ ശനിയാഴ്ച രാവിലെ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ നോക്കുന്ന സമയത്ത് അതിലൊരിത് കണ്ടു, റെഡ് കാർഡ് എന്താ കാർ തിയറി, ചുവന്ന കാർ തിയറിയും കണ്ടു. അപ്പോൾ നമ്മളൊരു കളറ് വിചാരിച്ചിട്ട് ആ കാർ ഇന്ന് കാണണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കാർ എന്നെ കാണുമെന്ന്. അപ്പൊ ഡെയിലി നമ്മൾ കാറുകൾ കാണുന്നുണ്ട്. അപ്പൊ ഞാനും വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഇന്നൊരു 10 റെഡ് കളർ ഒരേ ബ്രാൻഡ് കാറ് കാണുന്നു. സത്യത്തിൽ ഞാൻ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ആ ബ്രാൻഡ് 30 കാറോളം അതേ കളറ് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു, പക്ഷെ ഇത്രയും ശക്തി ഉണ്ടോ നമ്മുടെ ബ്രെയിനിന് എന്ന്. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു. സോ ദാറ്റ് ഈസ് എ പവർ ഓഫ് ബ്രെയിൻ ആൻഡ് ഇറ്റ് ഫിൽട്ടേഴ്സ്. അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ അതുകൊണ്ട് ഒരു റോങ് പ്രോഗ്രാമിംഗ് ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഈ റോങ് ഇവന്റ്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്ന റീസൺ. ബിക്കോസ് ഒരു ഇവന്റ് വരുമ്പോൾ നമ്മൾ അതിന് റോങ് ആയി പ്രോഗ്രാം ചെയ്യും. അതാണ് പ്രശ്നം. ഓക്കെ, താങ്ക് യു. സന്ധ്യ മാം പറഞ്ഞോളൂ. സന്ധ്യ മാം. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. സാറ് നേരത്തെ കേട്ട് പരിചയമുള്ള ഒരു തോട്ടാണ്, പക്ഷെ സാറിന്റെ ആ ഒരു പ്രസന്റേഷനിൽ അതിനെ ഒരുപാട് എന്താണ് സബ് ടോപ്പിക്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. സാർ രാവിലെ ചോദിച്ചല്ലോ എങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടോന്ന്. ശരിക്കും നമ്മളത് ഒന്ന് റീവൈൻഡ് ചെയ്യാൻ പോലും നമുക്ക് പറ്റാത്ത സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിരാവിലെ തന്നെ അത് ഓർത്തെടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരുപക്ഷെ അതായിരിക്കാം പലരും പിന്നെ അങ്ങനെ പറയാതിരുന്നത്. അല്ലാണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ പോവാത്തവരായിട്ട് ആരും ഉണ്ടാവും തോന്നില്ല. എന്തായാലും സാറിന്റെ ഒരു തോട്ട്, ഇന്നത്തെ ഒരു പ്രസന്റേഷൻ അത് നമുക്ക് കൂടുതൽ ഊർജം പകരുന്നതായിരിക്കും. ഓരോ സിറ്റുവേഷനിലും ഈ ഒരു കാര്യം എല്ലാവരുടെ ലൈഫിനെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണിത്.
വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു തോട്ട് ഞങ്ങൾക്ക് പ്രസന്റ് ചെയ്ത ഓസ്റ്റിൻ സാറിന് ഒത്തിരി ഒത്തിരി നന്ദി സർ. താങ്ക് യു. താങ്ക് യു സന്ദീപ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു മാം. ബഷീർ ബഷീർ സർ. ഗുഡ് മോർണിംഗ്. മാജിക് ഞാനിപ്പം ഈ കഴിഞ്ഞ ഒരാഴ്ച 10 ദിവസം മുമ്പ് എനിക്ക് ഇങ്ങനെ ആള് ഭയങ്കര വിഷമങ്ങള് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് അയച്ചു. ഞാൻ ജസ്റ്റ് അതിനൊന്നും പറഞ്ഞില്ല. ഞാൻ ഈ ഒരൊറ്റ വേർഡേ പറഞ്ഞിട്ടുള്ളൂ, ഈ സമയവും കടന്നു പോകും. ഇന്നലെ അയാൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞ ആ സമയം കടന്നു പോയിട്ടു. വെരി ഗുഡ്. നമ്മളെ വിശ്വാസത്തില് അങ്ങനെ ഒരു ഇതുണ്ട്. എന്ത് സംഭവിച്ചാലും എല്ലാം ഹൈറിന്ന് നമ്മൾ പറയാം, എല്ലാം നന്മക്ക്. പ്രപഞ്ചനാഥൻ എന്തോ ഒന്ന് നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മള് ഏതെങ്കിലും നെഗറ്റീവ് വരുമ്പോ നമ്മളെ വിശ്വാസത്തിന്റെ ഒരു ഭാഗം, അതിന്റെ പിന്നിൽ എന്തെങ്കിലും നന്മ ഉണ്ടാവും. അത് ഇതുവരെ സംഭവിച്ചിട്ടുണ്ട്. നല്ലൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു സർ. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് സർ. ഓക്കെ, താങ്ക് യു ബഷീർ സർ. സോ നമ്മുടെ ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. സോ എനിവേ താങ്ക് യു സോ മച്ച് ഫോർ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് ചെയ്യാം. Thank you all. Thank you so much. Thank you all. Thank you, sir. Thank you all. Thank you, Austin sir. Thank you all. താങ്ക് യു സർ. താങ്ക് യു.